ധനമന്ത്രി സംസാരിക്കുന്നു. കേരളത്തിൽ ഈ വലിയ നേട്ടങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. കേരളം ഇന്നത്തെ കേരളം അല്ല നാളെ വേണ്ടത്. വരുന്ന നാടുകളിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട നമ്മുടെ പൂർവികർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തതുപോലെ ഭാവിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. വലിയ മാറ്റം ഉണ്ടാവുന്ന നമ്മുടെ ലോകത്ത് കേരളത്തെയും ഏറ്റവും നവീനമായി നവകേരളമായി സൃഷ്ടിക്കാൻ എല്ലാ ആധുനിക സൗകര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ സൗകര്യങ്ങളും എല്ലാവരെയും കരുതുന്ന നിലപാടുകളും വേണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഓണത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓണത്തിന് എല്ലാവർക്കും സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ 3, 4 തീയതികളിൽ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, GST കൗൺസിൽ. അതോടെ പറയാതെ ഞാൻ നിർത്തുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. അവിടെ കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വലിയ മാറ്റങ്ങൾ ടാക്സ് സമ്പ്രദായത്തിൽ വരുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അത് ചർച്ച ചെയ്യേണ്ടത് GST കൗൺസിലാണ്. പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചു, ആയിക്കോട്ടെ, കാരണം യൂണിയൻ്റെ പ്രപ്പോസലാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന് മാത്രം 8,000-10,000 കോടി രൂപ ഒരു വർഷം നഷ്ടം വരും. സാധാരണക്കാർക്ക് നികുതി കുറച്ചു കൊടുക്കുന്നതിന് നമുക്കെല്ലാം സന്തോഷം, അതിനൊന്നും താല്പര്യക്കുറവില്ല. പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുന്നതിന് എന്താണ് ബദൽ മാർഗം? സംസ്ഥാനങ്ങളുടെ ആ വരുമാനം സംരക്ഷിക്കണമെന്നുള്ള കാര്യം എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വേണ്ടത്ര ഒരു പഠനവും നടത്തിയിട്ടില്ല, വേണ്ടത്ര ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല. നോട്ട് നിരോധനത്തിന് പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പ്രഖ്യാപനം. 22,08,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലാകെ നികുതിയായി പിരിച്ചത്, കേന്ദ്രവും സംസ്ഥാനവും. അതിനകത്ത് 70% സംസ്ഥാനങ്ങളുടെ ചെലവിലേക്ക് പോകുന്നത് GST ആണ്. കേന്ദ്രത്തിന് അത്രയും പണം വേണ്ട, അവർക്ക് വേറെ പല വരുമാനമുണ്ട്. 2 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നുള്ള ഡിവിഡൻഡ് മാത്രം ഒരു വർഷം കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ പണം വലിയ പ്രശ്നമല്ല. അവരുടെ ആകെ ചെലവിൽ 20-25% ഉള്ളൂ GST. സംസ്ഥാനങ്ങൾക്ക് 70% ഇപ്പോൾ ഉള്ള വരുമാനം കുറയും. അതിനകത്ത് 70% GST ആണ്. അതിനകത്ത് ഈ വരുന്ന കുറവിനകത്ത് ഒരു 20% കുറയുമെന്നാണ് കണക്ക്. കേരളം മാത്രം 10,000 കോടി കുറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഭാവി? ആ ഒരു പ്രശ്നം എങ്ങനെയാണ് കേന്ദ്രം സമീപിക്കുന്നത്? അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിനകത്ത് എല്ലാവർക്കും വരുമാനം ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ അഭിപ്രായമുണ്ട്. ഓപ്പണായിട്ട് ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 8 സംസ്ഥാനങ്ങൾ, രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല അതിനകത്ത്, കേരളം, കർണാടകം, തെലുങ്കാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, 8 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരായിട്ട് വേറൊന്നുമല്ല പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വരുമാനം ഉറപ്പാക്കണം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാവും. ഇപ്പം നടക്കുന്ന തുരങ്കം മാത്രമല്ല, ക്ഷേമ പെൻഷനും സാധാരണ ആശുപത്രിയിൽ 1,500 കോടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു അവകാശമാകും. അല്ല ജലൂസിലും പാരാസെറ്റമോളും അല്ല ഇല്ലാതാവുന്നത്. സ്റ്റെന്റ് പോലും ഒരു അവകാശമാണെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയത് കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യരംഗം എന്ന് കേരളത്തിന് പേര് കിട്ടിയത്. അതില്ലാതാവരുത്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞതിനകത്ത് 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കേരളമുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്. ബംഗാൾ തൃണമൂലാണ്. പഞ്ചാബില് ആം ആദ്മി പാർട്ടിയാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലെ അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണ് സോറൻ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും അവരുടേതായ, തമിഴ്നാടുണ്ട്, DMK ആണ്, അവരും ഉൾപ്പെടെ ഉണ്ട്. ഇന്ത്യയിലെ ആകെ വരുമാനത്തിന്റെ, ദേശീയ വരുമാനത്തിന്റെ 50%-ലധികം ലഭിക്കുന്നത്, ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ജനങ്ങളെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനും പ്രത്യേകമായ പദ്ധതി ഉണ്ടാകണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാനിവിടെ പറയുന്നത്